പിണറായി സർക്കാരിന്റെ കാലത്ത് പാർട്ടിക്ക് സർക്കാരിൽ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല എന്നാണ് ഏറ്റവും പുതിയ ഒരു കണ്ടെത്തൽ. കേന്ദ്ര കമ്മിറ്റിയാണ്, CPM കേന്ദ്ര കമ്മിറ്റി കണ്ടെത്തിയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തോൽവി എന്തുകൊണ്ടൊക്കെയാണെന്നുള്ള ഇപ്പൊ വിലയിരുത്തൽ നടക്കുകയാണല്ലോ. അപ്പൊ അതിനകത്ത് ഒരു പ്രധാന പോയിന്റ് ഇതാണ്, സർക്കാരിന്റെ മുൻ സർക്കാർ, അതായത് പിണറായി സർക്കാരിൽ നിയന്ത്രിക്കാൻ പാർട്ടിക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. കാരണം തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ പിണറായി വിജയൻ തന്നെയായിരിക്കും. അങ്ങനെ ഒരു ഇത് ഇന്ന് ചെയ്യരുത് പാർട്ടി എന്ന് പറയുന്നത് പിണറായി വിജയൻ അതായിരുന്നു. ആ ഒരു നില, അതാണ് തോൽവിക്ക് ഒരു കാരണം എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നിരവധി കാരണങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള സംഭവത്തിൽ കൃത്യമായ നടപടി എടുത്തില്ല, ഇങ്ങനെ നിരവധി കാരണങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി എല്ലാം പറഞ്ഞു വരുമ്പോൾ പിണറായി മാത്രം ആണ് ഇതിന് കാരണക്കാരൻ എന്നുള്ള ഒരു, ഇതിനകത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട്, പിണറായിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രചരണം നടത്തിയത്, അതും തോൽവിക്ക് കാരണമായിരുന്നു. അത് CPM നേതാക്കൾ തന്നെ പറയുന്നു. ഇപ്പൊ കേന്ദ്ര കമ്മിറ്റി കൂടി ഇങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തിയിരിക്കുന്നു. അപ്പോൾ എല്ലാം ഒറ്റ ഒരാളിലേക്ക് ആരോപിക്കുകയാണോ? തിരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ ഉത്തരവാദിത്തം മൊത്തം ഒരാളിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുകയാണോ? അതിന്റെ അകത്ത് എനിക്കൊരു എതിർ അഭിപ്രായമുള്ള, അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യമാണ്. തോറ്റപ്പോ എല്ലാ കുറ്റവും പിണറായി വിജയന്റെ തലയിൽ വയ്ക്കുന്ന രീതി ശരിയല്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ കുറെ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ തോൽവിയുടെ ഒരു കാരണമാണ്, ഒരു കാരണം മാത്രമാണ് പിണറായി വിജയൻ. അല്ലാതെ പിണറായി വിജയനാണ് ഈ തോൽവിയുടെ പ്രധാന കാരണം, അല്ലെങ്കിൽ മുഴുവൻ ഉത്തരവാദിത്വവും പിണറായി വിജയൻ ഏറ്റെടുക്കണമെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം പിണറായി വിജയൻ മാത്രമല്ല, MV ഗോവിന്ദന് പങ്കുണ്ട്. PR ടീമിന്റെ, പിണറായി വിജയനെ മുൻനിർത്തി പ്രചരണം നടത്താമെന്ന തീരുമാനം പിണറായി വിജയന്റേതായിരുന്നില്ലല്ലോ, PR ടീമിന്റേതായിരുന്നു. അപ്പോ നികേഷ് കുമാറിന് തോൽവിയിൽ പങ്കുണ്ട്, ഇല്ല എന്ന് പറയാൻ കഴിയില്ല. മന്ത്രിമാർക്ക്, പല മന്ത്രിമാര് 12ഓളം മന്ത്രിമാർ പരാജയപ്പെട്ടല്ലോ. അപ്പൊ അതെല്ലാം പിണറായി വിജയന്റെ മാത്രം സ്വഭാവം കൊണ്ട്, അല്ലെങ്കിൽ പിണറായി വിജയൻ ജനങ്ങളോട് നിന്ന രീതി കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇതിലിപ്പോ പ്രധാനമായിട്ട് എടുത്തു പറയുന്നുണ്ട്. കാരണം പിണറായി വിജയൻ മാത്രമല്ല, നേതാക്കൾ എല്ലാവരും തന്നെ പല മന്ത്രിമാരുടെയും പെരുമാറ്റവും പ്രതികരണവും ഓരോരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ മന്ത്രിമാരുടെ നിലപാടുകൾ, അതായത് ആരോഗ്യമന്ത്രി വീണ ജോർജ് കണ്ണൂർ വെച്ചിട്ടുണ്ടായ ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞുള്ള അഭിനയം, അത് പിന്നെ പൊളിഞ്ഞതും എല്ലാം ഉണ്ടല്ലോ. അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും മന്ത്രിമാരുടെ രീതി, പ്രവർത്തന രീതി, നിലപാടുകളൊന്നും കറക്റ്റ് ആയിരുന്നില്ല. എല്ലാവർക്കും പിണറായി മാത്രമല്ല, മെയിൻ കാരണക്കാരൻ പിണറായി എന്ന് പറഞ്ഞു. അതിന് താഴെയുള്ള എല്ലാവർക്കെതിരെയും പറയുന്നുണ്ട്. കുറച്ചു നാളായി CPM-ൽ നടക്കുന്ന കമ്മിറ്റികൾ പിണറായി വിജയനെതിരെയും MV ഗോവിന്ദനെതിരെയൊക്കെ ശബ്ദം വരുന്നുണ്ടെങ്കിലും പല അണികളും പ്രവർത്തകരും പറയുന്നത് പിണറായി വിജയൻ മാത്രമാണ് ഇതിന്റെ എല്ലാം കാരണം എന്ന ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, പിണറായി വിജയൻ മാത്രമല്ല, പിണറായി വിജയൻ ഒരു കാരണമാണ്, പിണറായി വിജയന്റെ രീതികളൊക്കെ കാരണമാണ്. തുടർഭരണം കൂടി കിട്ടിയപ്പോൾ ഈ നേതാക്കളിൽ, ഞാൻ പിണറായി വിജയനെയും MLA-മാരെ അല്ല, അതിന് താഴെയുള്ള നേതാക്കളിലൊക്കെ ഒരു ഓവറായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഒന്നും, ഇവർക്ക് ജനങ്ങളുമായിട്ടുള്ള ഒരു അടുപ്പമില്ലാതെ ജനങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കണ്ട എന്ന് വെച്ചാൽ ഇവര് വിചാരിച്ചത് ഇതോടുകൂടി പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള UDF ഇല്ലാതാകും, അല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാതാകും, അടുത്ത തവണ ഞങ്ങൾ തന്നെ അധികാരത്തിൽ വരും എന്നൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ശബരിമല വിഷയം എടുക്കുമ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇതിനകത്ത് കണ്ടെത്തിയിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അഹങ്കാരം, അഴിമതി, ആഡംബര ജീവിതം, ഈ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അതായത് പാർട്ടി നേതാക്കളുടെ അഹങ്കാരവും അഴിമതിയും ആഡംബര ജീവിതവും തോൽവിക്ക് കാരണമായിരുന്നു. അതൊരു പ്രധാന പോയിന്റാണ്. കാരണം അത് തന്നെയാണ് ഇത്രയും കാലമായിട്ട് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതും. അതിപ്പോ കേന്ദ്ര കമ്മിറ്റി കൂടി സമ്മതിച്ചിരിക്കുന്നതാണ്. അല്ല, അത് തന്നെയാണ് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറയേണ്ട. സഭയിൽ തന്നെ PK ബഷീർ, അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഈ പോക്ക് ശരിയല്ല, സർക്കാരിന്റെ പണമെടുത്ത് നിങ്ങൾ ആഡംബര ദൂർത്താണ് കാണിക്കുന്നത്. നവകേരള സദസ് നടത്തുമ്പോൾ പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ ദൂർത്താണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ കേരളീയം നടത്തുമ്പോൾ പറഞ്ഞിരുന്നു. എല്ലാ കാര്യങ്ങളിലും വിമർശനങ്ങൾ പ്രതിപക്ഷം പറഞ്ഞപ്പോൾ ഏതെങ്കിലുമൊക്കെ, ഞാൻ പറയുന്നത് പ്രതിപക്ഷം പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാൻ ഒരു സർക്കാരിനും കഴിയില്ല. പക്ഷെ നല്ലതാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ അംഗീകരിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു പരാജയം ഉണ്ടാകുമായിരുന്നു. ഇത്രയും വലിയൊരു പരാജയം ഉണ്ടാകും. അല്ലെങ്കിൽ അതിനൊരു കൃത്യമായ മറുപടി നൽകാൻ പറ്റണം. കൃത്യമായ മറുപടി നൽകാൻ പറ്റില്ല. കാരണം ദൂർത്ത് നടത്തുന്നതിന് പിന്നെ എന്തോ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ മറുപടി കൊടുക്കാനാണെന്നുള്ളതാണ്. പിന്നെ പരാജയത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്ന് ശബരിമല വിഷയം തന്നെയാണ്. അത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോഴെങ്കിലും ഈ CPM മനസ്സിലാക്കണമായിരുന്നു, ശബരിമല വിഷയം ഞങ്ങളെ തിരിഞ്ഞു കൊത്തിയിട്ടുണ്ടെന്ന്. എന്തിനു വേണ്ടിയാണ് ഇവർ ആഗോള അയ്യപ്പ സംഘം നടത്തിയത്? ഇവർക്ക് അറിയാമായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ സ്വർണ്ണക്കൊള്ള പുറത്തു വരുമെന്ന്. അപ്പൊ എന്തിനു വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്? അതിന്റെ അകത്ത് വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയത പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കൊണ്ടുപോകുന്നു. മറുവശത്ത് യോഗി ആദിത്യനാഥിന്റെ വർഗീയത പറയുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ സന്ദേശം വളരെ സന്തോഷത്തോടുകൂടി മന്ത്രി വായിക്കുന്നു. അപ്പൊ എന്തിനാണ് കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇതൊക്കെ വായിച്ചത്? ഇതേ കാര്യം അന്ന് CPI ചോദിച്ചിരുന്നു.
CPM-നോട്. അന്നൊന്നും മറുപടി അല്ല, അന്ന് പിണറായി വിജയൻ മറുപടി ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ എന്തിനാണ് കൊണ്ടുപോയത്? അപ്പൊ ബിനോയ് വിശ്വമല്ല പിണറായി വിജയൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ പല വിഷയങ്ങളിലും CPI ആയിരുന്നു ശരിയെന്ന് CPM ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ CPM-ന്റെ പല നേതാക്കളും, പിണറായി വിജയനും MP ഗോവിന്ദനും മനസ്സിലാക്കിയില്ലെങ്കിലും പല നേതാക്കളും മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ശക്തമായ ഒരു നിലപാടെടുത്തില്ല എന്നുള്ളത്. എങ്ങനെയാണ് നിലപാടെടുക്കുക? ആർക്കെതിരെയാണ് എടുക്കേണ്ടത്? പത്മകുമാറിനെതിരെയാണ്, അല്ലെങ്കിൽ പത്മകുമാറിനെതിരെ വരുമ്പോ പത്മകുമാർ എന്താണ് പറഞ്ഞത്? ഇതിന്റെ പിന്നിൽ ദൈവതുല്യരുണ്ട്. അപ്പൊ CPM-ന് അറിയാൻ ദൈവതുല്യർ ആരാണെന്ന്. ആദ്യം സൂചിപ്പിച്ചതുപോലെ കടകംപള്ളി സുരേന്ദ്രനാണ് ആ സമയത്ത് ദേവസ്വം വകുപ്പ് മന്ത്രി. അദ്ദേഹമാണ് ദൈവതുല്യനെങ്കിൽ, അല്ലെങ്കിൽ ദൈവതുല്യരിൽ ഒരാൾ അദ്ദേഹമാണ് എങ്കിൽ പാർട്ടിക്ക് സംരക്ഷിച്ചല്ലേ പറ്റൂ. പാർട്ടിയുടെ ഇമേജ് വളർത്താൻ വേണ്ടി കടകംപള്ളിയെ തള്ളി പറയാൻ പറ്റുമോ? ഇല്ല. കടകംപള്ളി അഥവാ തള്ളി പറഞ്ഞാൽ ദൈവതുല്യറാണ്. അപ്പൊ ദൈവതുല്യറാകുമ്പോ ഒന്നിൽ കൂടുതൽ ആളുകളാണ്. അതിന് പിണറായി വിജയൻ വരുമോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. അപ്പൊ ശബരിമല വിഷയത്തിൽ പത്മകുമാറിന്റെ വാ അടപ്പിക്കാൻ മാത്രമേ CPM-ന്, അല്ലെങ്കിൽ വാ അടപ്പിക്കാൻ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താകാതിരിക്കാൻ മാത്രമേ CPM-ന് കഴിയൂ. അത് രാഷ്ട്രീയമായിട്ട് അത് മാത്രമേ അവർക്ക് ചെയ്യാനാകൂ. അല്ലെങ്കിൽ അവർ പ്രതിരോധത്തിലാകും. ഇപ്പൊ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഭയപ്പെട്ടാൽ മതിയല്ലോ. അപ്പൊ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് CPM-ന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ശബരിമല വിഷയത്തിൽ അങ്ങനെ ഒരു നിലപാട് എടുത്തിരിക്കുന്നത്. ഇപ്പോ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോഴും ശബരിമല വിഷയം വിടുമെന്ന് തോന്നുന്നുണ്ടോ? PS പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു പശ്ചാത്തലം നിൽക്കുമ്പോ PS പ്രശാന്തിന്റെ സമയത്ത് ദേവസ്വം വകുപ്പ് മന്ത്രി വാസവനാണ്. അപ്പൊ വാസവന്റെ പേരാണോ പറയാൻ പോകുന്നത്? PS പ്രശാന്തിന് എല്ലാം അറിയാം, അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് ഒരുവിധ കാര്യങ്ങൾ അറിയാവുന്ന ആളാണ് PS പ്രശാന്ത്. അപ്പൊ പ്രശാന്ത് പറയുന്നത് ആരെ പേരായിരിക്കും? രാഷ്ട്രീയ പ്രേരിതമെന്ന് പ്രശാന്ത് പറയുമ്പോ പോലും പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല രാഷ്ട്രീയ പ്രേരിതമാണ് അറസ്റ്റ് എന്നുള്ളത്. MP ഗോവിന്ദൻ പറഞ്ഞിട്ടില്ല. EP ജയരാജൻ പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമല്ല എന്നാണ്. അപ്പൊ ആരെയൊക്കെ കൂടെ നിർത്തണം, അല്ലെങ്കിൽ ആരെയൊക്കെ തള്ളിയാൽ എനിക്കെതിരെ കൊള്ളും എന്ന ഒരു ചിന്ത കൂടി പിണറായി വിജയൻ. ഞാൻ പറയുന്നത് ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രന്റെ പേരാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നേതാവിന്റെ പേരാണ് എങ്കിൽ ഒരിക്കലും ഇത്രത്തോളം അവരെ സംരക്ഷിക്കുന്ന ആവശ്യം പിണറായി വിജയനില്ല. പക്ഷെ പിണറായി വിജയനിലേക്ക് ഇത് എത്തുമോ, അല്ലെങ്കിൽ MP ഗോവിന്ദനിലേക്കോ പിണറായി വിജയനിലേക്കോ വരുമെങ്കിൽ മാത്രമാണ് പിണറായി വിജയൻ ഇത്തരത്തിലൊരു സംരക്ഷണം നൽകേണ്ടത്. പിന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. എന്തിനാണ് ശൈലജ ടീച്ചറെ കൊണ്ട് ഒരു സ്ഥലത്ത് ജയിച്ചുകൊണ്ടിരുന്ന ശൈലജ ടീച്ചറിനെ കൊണ്ട് മറ്റൊരു സ്ഥലത്ത് മത്സരിപ്പിച്ചത്? കണ്ണൂർ അവര് ഫണ്ട് തട്ടിപ്പിന്റെ കാര്യം ചോദിച്ചപ്പോ കണക്ക് കൊടുത്താൽ തീരാവുന്ന ഒരു പ്രശ്നത്തിന് കൃത്യമായ ചോദ്യമാണ്. അത് കണക്ക് കൊടുത്താൽ തീരാവുന്ന കാണിക്കണം എന്നുള്ളത് സാധാരണഗതിയിൽ കാണിക്കാറില്ല. പക്ഷേ കണക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ തന്ന പണമാണ്, അതിന്റെ കണക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്തുകൊണ്ട് കണക്ക് കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഞാൻ പറയുന്നത് സാധാരണഗതിയിൽ കണക്ക് നൽകാറില്ല എന്ന് പറയുന്നത് പോലും ശരിയല്ല. പിന്നെ ചേട്ടാ, നമ്മൾ കണക്ക് ചോദിക്കുന്നില്ല എങ്കിൽ പോലും സ്വാഭാവികമായും കണക്ക് എഴുതി വെക്കില്ലേ? ഇപ്പൊ ഒരു പാർട്ടിയുടെ ഫണ്ടിലേക്ക് ഇത്ര രൂപ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിക്കണം. അപ്പൊ എല്ലാ കാര്യത്തിലും തട്ടിപ്പ് കാണിച്ചെന്ന ഉറപ്പ് CPM-നുണ്ട്. ഇനി കേന്ദ്ര കമ്മിറ്റി പരാജയത്തിന് ശേഷം അവരിനി തെറ്റ് തിരുത്തി വന്നാൽ സ്വീകരിക്കാമെന്നാണ് പറയുന്നത്. ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ഇപ്പൊ കേന്ദ്ര കമ്മിറ്റി, എല്ലാത്തിലും വിമർശനങ്ങളുണ്ട്. CPM-ന് തെറ്റുപറ്റിയതാണ്, തിരുത്തണം എന്ന് പറയുമ്പോഴും തിരുത്താൻ പോവുകയാണ്. അടിമുടി CPM മാറാൻ പോകുന്നു, ജനങ്ങളുടെ അഭിപ്രായം തേടാൻ പോകുന്നു. ഈ അടിമുടി മാറുന്ന CPM-ൽ പിണറായി വിജയനും MP ഗോവിന്ദനും മാറില്ല. ഇവര് തന്നെയാണ് നേതൃത്വം, ഇവര് തന്നെയാണ് പാർട്ടി. ഇപ്പൊ CPM ഇല്ല സത്യത്തിൽ. പിണറായി വിജയനും MP ഗോവിന്ദനും എടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിക്കുന്ന രീതിയിലാണ്. പിന്നെ വലിയ രീതിയിലൊന്നും CPM-ന്റെ ഒരു ചരിത്രം എടുത്താൽ തിരുത്തി വന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അധപ്പതനം ഉണ്ടായിട്ട് തിരുത്തി വന്ന സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഞാൻ കഴിഞ്ഞാൽ പാർട്ടി വേണ്ട എന്ന് പിണറായി വിജയൻ MP ഗോവിന്ദനും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കൊന്നും ചെയ്യാനാകില്ലല്ലോ. പിന്നെ കേഡർ പാർട്ടിയാണ്. ഇപ്പൊ കേഡർ സ്വഭാവമൊക്കെ മാറി ഏകദേശം ഒരു ജനാധിപത്യ ലൈനിലേക്ക് വരുന്നുണ്ട്. എന്നാലും പറയുന്നത് അങ്ങനെയല്ലല്ലോ, കേഡർ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാം മിണ്ടാതിരുന്ന് അനുസരിക്കുന്ന രീതിയാണ്. ഇനിയിപ്പോ ഞാൻ നോക്കിയിട്ട് പിണറായി വിജയനെ മാറ്റാൻ ഒരു മാർഗമേ ഉള്ളൂ. ED കേസുമായി മുന്നോട്ട് പോകുമ്പോൾ പിണറായി വിജയന്റെ പേര് പൂർണ്ണമായി വരികയാണ്. അടുത്ത ചോദ്യം ചെയ്യാൻ പോകുന്നത് പിണറായി വിജയന് വേണ്ടിയാണ്. ബന്ധത്തിന്റെ പേരിലാണ് പണം കൊടുത്തതെന്ന് പറഞ്ഞ സേവനത്തിനല്ല. അപ്പൊ പിണറായി വിജയനാണ് ഈ പണം വാങ്ങിയതെങ്കിൽ പ്രശ്നം സോൾവ് ആയി. പിണറായി വിജയൻ അപ്പൊ തന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും മാറ്റാം, MLA സ്ഥാനത്ത് CPM ചെയ്തോളും. കാര്യം പല ആളുകളും പല നേതാക്കളും പിണറായി വിജയനെ വീഴ്ത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ അതുണ്ടാകും. ഇനി MP ഗോവിന്ദന് ഇതിൽ പങ്കുണ്ടെങ്കിൽ അതും ആ ഒരു തീരുമാനമായി. ഇനി ഇത് രണ്ടുപേർക്കും അല്ല, പാർട്ടിയുടെ ഫണ്ടായിട്ടോ അല്ലെങ്കിൽ പാർട്ടിയുടെ പേരിലാണ് ഇത് വാങ്ങിയിട്ടുള്ളതെങ്കിൽ CPM-ന്റെ കാര്യത്തിൽ മൊത്തത്തിലൊരു തീരുമാനമായി. ഞാൻ പറഞ്ഞ പോലെ തിരിച്ചുവരവിന് കഴിയാത്ത രീതിയിലേക്ക് പാർട്ടി മാറും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞാലും ആരെയാക്കും നേതാവെന്നൊരു ചോദ്യമില്ലേ? പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ ആരെന്നൊരു ചോദ്യമുണ്ട്. കൊടിയേരി ഉണ്ടായിരുന്നെങ്കിൽ കൊടിയേരി ആക്കാമായിരുന്നു, അല്ലെങ്കിൽ അച്യുതാനന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ അച്യുതാനന്ദനാക്കും. വേണമെങ്കിൽ ശൈലജ ആക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ശൈലജ ആക്കില്ലല്ലോ. ഇതിലൊരു കാര്യം പറയട്ടെ, ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു, കുറെ കുറ്റപ്പെടുത്തലുകളൊക്കെ നടത്തി. എന്നാൽ എന്താണ് ചെയ്യാൻ പോകുന്നത് കേന്ദ്ര കമ്മിറ്റി?
എന്തായാലും നടപടി മാറി നിൽക്കുന്നുള്ള ഒരു വാക്ക് പറയാനേ പോകുന്നില്ല. ഈ രണ്ടുപേര് പിണറായി വിജയനും എം വി ഗോവിന്ദനും മാറി നിൽക്കണം എന്ന് ഒരിക്കലും പറയില്ല. ഇങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും, ആരോപണങ്ങൾ ഉന്നയിക്കും, ഇങ്ങനെയൊക്കെ കേന്ദ്ര കമ്മിറ്റിയിൽ എഴുതിയിട്ടുണ്ടാവും, അതൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ പിണറായി മാറണമെന്നോ എം വി ഗോവിന്ദൻ മാറണമെന്നോ ഒരിക്കലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ചെയ്യാത്ത കാലത്തോളം ഇതിങ്ങനെ മുന്നോട്ട് പോകും. ഇതിപ്പോ എന്താണ്, അണികളെ ഒന്ന് പറ്റിക്കുക, ഇത് മാത്രമാണ് ഇവർ ചെയ്യുന്നത്. കാര്യം ഏരിയ കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലൊക്കെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ കേന്ദ്ര കമ്മിറ്റിയും നിങ്ങൾക്കൊപ്പമാണ്. പക്ഷേ എന്ന് വെച്ചാൽ സാധാരണക്കാരായ പ്രവർത്തകരെ അണികളെയും പറ്റിക്കുകയാണ്. ഈ എന്താണ് CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ ആദർശം മുന്നോട്ട് വെക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ. ഇപ്പൊ കുഞ്ഞികൃഷ്ണനൊക്കെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ടാണ് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാതായി പോയത്. സുധാകരനെ ഇവർക്കൊപ്പം നിർത്താൻ പറ്റുമായിരുന്നു. പിണറായി വിജയൻ തന്റെ ഈഗോ ഒഴിവാക്കി വന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോ MLA ആയിട്ട് മറുപക്ഷത്തിരുന്നേനെ. അപ്പൊ അതിനൊന്നും തയ്യാറായില്ല. ഇതിപ്പോ അണികളെ പറ്റിക്കുകയാണ്. നിങ്ങൾ പറയുന്നതാണ് ശരി, നിങ്ങൾക്കൊപ്പമാണ് കേന്ദ്ര കമ്മിറ്റി എന്നൊരു തോന്നൽ ഉണ്ടാക്കുകയും CPM-നെ തകർക്കുന്ന പിണറായി വിജയനും എം വി ഗോവിന്ദനും ഓശാന പാടുന്ന ഒരു രീതിയാണ് കേന്ദ്ര കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നത്. പിന്നെ പറയാനാകില്ല, അത്രയ്ക്കൊരു പ്രഷറൊക്കെ കേരളത്തിൽ നിന്ന് ഉണ്ടായാൽ ആർക്ക് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ പിണറായി വിജയൻ എം വി ഗോവിന്ദന് തീരുമാനം എടുക്കണം. ഇത്രയും വിമർശനങ്ങൾ വരുന്നു, ഞങ്ങൾ മാറാൻ തയ്യാറാണ്. പക്ഷെ അതിനൊരു സാധ്യതയുമില്ല. എം വി ഗോവിന്ദൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നേതൃത്വം മാറുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട, പക്ഷെ അടിമുടി പാർട്ടി മാറും.